ചാരവൃത്തി കേസിൽ അറസ്റ്റിലായ ഹരിയാന സ്വദേശി ജ്യോതി മൽഹോത്രയുടെ കേരള സന്ദർശനം രാഷ്ട്രീയ ആയുധമാക്കുകയാണ് ബി.ജെ.പി. ടൂറിസം പരിപാടിയിലേക്ക് ക്ഷണിച്ചത് എന്തുകൊണ്ടെന്ന് വ്യക്തമാക്കണമെന്ന് ബി.ജെ.പി. നേതാവ് പ്രകാശ് ജാവ്ദേക്കർ ആവശ്യപ്പെട്ടു. നല്ല ഉദ്ദേശത്തോടെയാണ് ക്ഷണിച്ചതെന്ന് സർക്കാർ പറയുമ്പോഴും ജ്യോതി മൽഹോത്രയെ തെരഞ്ഞെടുത്തത് എന്ത് മാനദണ്ഡത്തിലെന്ന ചോദ്യവും ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. വിവരങ്ങളുമായി ആയിഷത്തുൽ ഷംന ചേരുന്നുണ്ട്. ഷംന, നമുക്കറിയാം നേരത്തെ ഈ ടൂറിസം വകുപ്പ് കേരളത്തിൽ പ്രളയം, കോവിഡ്, വയനാട്ടിലെ ദുരന്തം, അങ്ങനെ അടിക്കടി പ്രശ്നങ്ങളുണ്ടായപ്പോൾ അത് ടൂറിസം മേഖലയെ ബാധിച്ചതാണ്. അത് മറികടക്കാൻ വേണ്ടിയാണ് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെ ഉപയോഗിച്ചുകൊണ്ട് പ്രചരണ പരിപാടികൾ ടൂറിസം വകുപ്പ് പരീക്ഷിച്ചത്. പക്ഷെ അത് പിന്നീട് ഇപ്പോൾ ഒരു പുലിവാലി പിടിച്ചിരിക്കുന്ന അവസ്ഥയാണ് ടൂറിസം വകുപ്പ്. പക്ഷേ ഇന്നലെ മന്ത്രി വിശദീകരണവുമായി രംഗത്തെത്തിയത് നല്ല ഉദ്ദേശത്തോടെയാണ് ജ്യോതി മൽഹോത്രയെ ക്ഷണിച്ചതെന്നാണ്. പക്ഷേ ഇവിടെ ഒരു ജാഗ്രത കുറവുണ്ടായില്ലേ? ഈ പറയുന്ന പോലെ എന്ത് മാനദണ്ഡത്തിലാണ് ജ്യോതി മൽഹോത്ര ഇവിടെ കൊണ്ടുവന്നത് എന്ന കാര്യം കൂടി വ്യക്തമാക്കേണ്ടതല്ലേ? തീർച്ചയായും ടോം, അത് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷം, പ്രത്യേകിച്ച് ബി.ജെ.പിയും ഉന്നയിക്കുന്ന വിഷയം അത് തന്നെയാണ്. ഈ ഇൻഫ്ലുവൻസേഴ്സിനെ, ഈ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ കൊണ്ടുവരുന്നത് കേരളം മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളും ഇതുപോലെ ഈ ടൂറിസം ഡെവലപ്മെന്റിന്റെ ഭാഗമായൊക്കെ കൊണ്ടുവരാറുണ്ട്. പക്ഷേ അപ്പോഴും ഈ ഫോളോവേഴ്സിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണോ ഇത്ര അധികം ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ ഇവരെ പിന്തുടരുന്നുണ്ട് എന്നൊരു കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണോ ഇങ്ങനെ ഒരാളെ സംസ്ഥാനത്തേക്ക് അതിഥിയായി ക്ഷണിക്കുന്നത്? അതല്ലാതെ മറ്റെന്ത് മാനദണ്ഡം, ഇയാളുടെ മറ്റ് ബാക്ക്ഗ്രൗണ്ട് അടക്കം ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായിരുന്നു എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാന ആരോപണം. പ്രത്യേകിച്ച് ജ്യോതിയുടെ കാര്യത്തിൽ ഈ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട്. അത് മാത്രമല്ല, 2024 ജ്യോതി കേരളത്തിലെത്തുന്നത്. 2024 ജനുവരി മുതൽ 2025 മെയ് വരെ ജ്യോതി കേരളത്തിലുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അത് ഇപ്പോൾ ഈ ചാരക്കേസിൽ ഇപ്പോൾ ഈ പ്രതിയാക്കപ്പെട്ടതോടുകൂടി, അങ്ങനെ ഒരു സംശയം നിൽക്കുന്നതോടുകൂടി സംസ്ഥാനത്തിന്റെ മൊത്തം, അതായത് രാജ്യത്ത് തന്നെ സംസ്ഥാനത്തിന്റെ ഒരു മോശമായി ചിത്രീകരിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. സംസ്ഥാനത്തിന്റെ ടൂറിസം ഡെവലപ്മെന്റിന്റെ ഭാഗമായി ഇങ്ങനെ ഒരു അതിഥിയായി ക്ഷണിക്കുമ്പോൾ, അതും അങ്ങോട്ട് പണം നൽകി, ജ്യോതിക്ക് സംസ്ഥാന സർക്കാർ പണം നൽകിയാണ് കൊണ്ടുവന്നത്, അതിഥിയായി കൊണ്ടുവന്നത്. അങ്ങനെയെങ്കിൽ അത് സർക്കാരിന് വലിയ രീതിയിലുള്ള വീഴ്ചയാണ് സംഭവിച്ചത്. ഈ ഫോളോവേഴ്സ് മാത്രം അടിസ്ഥാനമാക്കി, അതിന്റെ മാത്രം എണ്ണം നോക്കി മാത്രമാണ് കൊണ്ടുവന്നത്. ഒരു തരത്തിലുള്ള അന്വേഷണവും നടത്തിയിരുന്നില്ല. ഇതാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ വീഴ്ച സംഭവിക്കാൻ കാരണമെന്നാണ് ഇപ്പോൾ ബി.ജെ.പി. പ്രധാനമായും ഉന്നയിക്കുന്നതും. ഒപ്പം തന്നെ ഇത് ഇനിയും ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് കൃത്യമായി ഈ വിഷയത്തിൽ ഒരു മന്ത്രിയോടടക്കം വിശദീകരണം തേടുന്നത്. പക്ഷേ അപ്പോഴും മന്ത്രി നൽകുന്ന മറുപടി തൃപ്തികരമല്ല എന്നാണ് ആരോപണം ഉയരുന്നത്. നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് കൊണ്ടുവന്നത്, ചാരപ്രവൃത്തി ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണോ കൊണ്ടുവന്നത് എന്നൊക്കെയാണ് ഇന്നലെ മന്ത്രി ചോദിച്ചത്, മുഹമ്മദ് റിയാസ് ചോദിച്ചത്. തീർച്ചയായും ഇത് വ്യക്തമായും പരിശോധിക്കേണ്ട വിഷയമാണ്. പാകിസ്ഥാന് വേണ്ടി ചാരപ്രവൃത്തി നടത്തിയ കേസിൽ അറസ്റ്റിലായ ജ്യോതി മൽഹോത്ര എന്തിനാണ് കേരളത്തിലെത്തിയത്? അത് കേരളത്തിന്റെ അതിഥിയായ കേരള സർക്കാർ ടൂറിസം വകുപ്പ് ക്ഷണിച്ചതനുസരിച്ച് ഇവിടെ എത്തുന്നു, വീഡിയോ ചിത്രീകരിക്കുന്നു. ഇതിന്റെ ഈ ദൃശ്യങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നതാണ്. പക്ഷേ അത് സംസ്ഥാന സർക്കാർ ക്ഷണിച്ചിട്ടാണ് അവർ എത്തിയതെന്ന് കഴിഞ്ഞ ദിവസമാണ് അതിന്റെ രേഖകളൊക്കെ പുറത്തു വന്നത്. ഇത് ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ്. പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാർ നിലവിലെ NIA-യുടെ അന്വേഷണ പരിധിയിലുള്ളൊരു കേസായതുകൊണ്ട് ആ തലത്തിലൊരു അന്വേഷണം, ഒരു കേന്ദ്ര ഏജൻസികളുടെ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാകുമോ? തീർച്ചയായും ടോം, ഒപ്പം തന്നെ ബി.ജെ.പി. ഉന്നയിക്കുന്ന മറ്റൊരു ആരോപണം, അന്വേഷണ ഏജൻസികളോട് മുഹമ്മദ് റിയാസ് ഇക്കാര്യം ഒളിച്ചു വെച്ചിരുന്നു, വെളിപ്പെടുത്തിയിരുന്നില്ല എന്നൊരു ആരോപണം കൂടി ബി.ജെ.പി. ഉന്നയിക്കുന്നുണ്ട്. ഈ ജ്യോതിയെ സംബന്ധിച്ചുള്ള വിഷയങ്ങളൊന്നും അന്വേഷണ ഏജൻസികളോട് വ്യക്തമാക്കിയിരുന്നില്ല. ഇത് വിവരാവകാശ നിയമപ്രകാരം മാത്രം തേടിയപ്പോൾ മാത്രമാണ് സംസ്ഥാന സർക്കാരും ടൂറിസം വകുപ്പും ഒക്കെ ഇത് വ്യക്തമാക്കിയത്. അല്ലാതെ ഒരു ഘട്ടത്തിൽ പോലും ഇത്തരം ഒരു കാര്യം ജ്യോതിയെ ആദ്യം മുതൽ തന്നെ ഈ സംശയം നിഴലിലായപ്പോഴും പിടിക്കപ്പെട്ടപ്പോഴൊക്കെ ഈ ഒരു തരത്തിൽ പോലും മുഹമ്മദ് റിയാസോ സംസ്ഥാന സർക്കാരോ ഇക്കാര്യം അന്വേഷണ ഏജൻസികളെ അറിയിച്ചിരുന്നില്ല. അതുകൂടി വലിയ രീതിയിലുള്ള ഒരു സംശയ നിഴലിലാക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുന്നതും. എന്തുകൊണ്ട് ഇത്തരം ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി ആയിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇതിനു മുൻപ് അന്വേഷണ ഏജൻസികളോട് ഇക്കാര്യം വ്യക്തമാക്കിയില്ല എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. ഒപ്പം തന്നെ ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ,
പദ്ധതികൾ, അതായത് ടൂറിസം വകുപ്പിന്റെ ഡെവലപ്മെന്റ് വേണ്ടിയോ എന്ത് കാര്യത്തിനോ ഒരാളെ സംസ്ഥാനത്തേക്ക് അതിഥിയായി ക്ഷണിക്കുമ്പോൾ അതിനെന്ത് മാനദണ്ഡമാണ് വെക്കേണ്ടത് എന്ന കാര്യത്തിലടക്കം കൃത്യമായ ഇനി മറുപടി ലഭിക്കണം. വെറും ഈ ഇൻഫ്ലുവൻസേഴ്സിനെ നമുക്കറിയാം, പലതരത്തിൽ പല വിഷയങ്ങളിൽ പല മേഖലകളിലൊക്കെ ഇത്തരം ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരാളെ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ, അതും അങ്ങോട്ടേക്ക് പണം കൊടുത്ത് അതിഥിയായി സംസ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ അവർക്ക് ഈ അവരെ പിന്തുടരുന്ന ആളുകളുടെ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ്, അത് മാത്രം ഒരു മാനദണ്ഡം വെക്കാതെ കൃത്യമായി അവരുടെ ബാക്ക്ഗ്രൗണ്ട് അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് അതിൽ വ്യക്തത വരുത്തി മാത്രമേ അവരെ ഇങ്ങനെ കൊണ്ടുവരാവൂ എന്നൊക്കെയാണ് ഇപ്പോൾ പ്രധാനമായും ഉയരുന്ന കാര്യം. ടോം, തീർച്ചയായും ഇതിൽ ഒരു ഗൗരവമുള്ള വിഷയം, വളരെ പ്രധാനപ്പെട്ട പല സ്ഥലങ്ങളിലും, തന്ത്രപ്രധാനമായിട്ടുള്ള പല സ്ഥലങ്ങളിലും ജ്യോതി മൽഹോത്ര എത്തിയിരുന്നതായിട്ടുള്ള ചില വിവരങ്ങൾ, അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നതാണ്, പ്രത്യേകിച്ചും കേരളത്തിലെത്തിയപ്പോൾ. ഇക്കാര്യങ്ങളിൽ അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ദേശീയ അന്വേഷണ ഏജൻസികൾ ഈ ജ്യോതി മൽഹോത്രയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് വിശദമായി അന്വേഷിച്ചത്. ഒടുവിൽ അതിൻ്റെ രേഖകളടക്കം ഈ സംസ്ഥാന സർക്കാരാണ്, ടൂറിസം വകുപ്പ് ക്ഷണിച്ചത് പ്രകാരമാണ് വന്നതെന്നുള്ളത് മറ്റൊരു ഗൗരവമുള്ള വിഷയം. ഈ ദൃശ്യങ്ങൾ, ഇവിടെ നിന്നും ഇവർ പകർത്തിയ ദൃശ്യങ്ങൾ മറ്റേതെങ്കിലും തീവ്രവാദ സംഘടനകൾക്കോ അതോ പാകിസ്ഥാനോ ഇവർ കൈമാറിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതല്ലേ? തീർച്ചയായും ടോം, അത്തരം കാര്യങ്ങളിലൊക്കെ ഇനി അന്വേഷണം ഉണ്ടാകും. നിലവിൽ ജ്യോതി മൽഹോത്ര ഇപ്പോൾ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ, ഒപ്പം കണ്ണൂർ, മൂന്നാർ ഭാഗങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2024 ജനുവരി മുതൽ അവർ കേരളത്തിലുണ്ടായിരുന്നു. കേരളത്തിലെ ഒട്ടുമിക്ക വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ജ്യോതി പോയതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഇതൊക്കെ ഇനി ഇവർ കൈമാറിയിട്ടുണ്ടോ, ആർക്കൊക്കെ ഇവർ കൈമാറിയിട്ടുണ്ട് എന്ന കാര്യത്തിലടക്കം ഇനി കൃത്യമായ അന്വേഷണം ഉണ്ടാകും. ഇനി എന്തായാലും ഇപ്പോൾ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന സർക്കാരോ ടൂറിസം വകുപ്പോ ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ അന്വേഷണ വകുപ്പിനോട് ഒരു കൃത്യമായ ഒരു നിലപാടൊന്നും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നില്ല ജ്യോതിയെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ ഒരു സംശയം നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണ്. ജ്യോതിയുടെ ഈ മറ്റ് കാര്യങ്ങളടക്കം, ഈ ദൃശ്യങ്ങൾ മറ്റാർക്കെങ്കിലും കൈമാറിയിട്ടുണ്ടോ എന്ന കാര്യങ്ങളിലടക്കം ഇനി വരും ദിവസങ്ങളിൽ തന്നെ അന്വേഷണം ഊർജിതമായി നടക്കും. ടോം, വ്യക്തമാണ്. ആയിഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയ യൂട്യൂബർ ജ്യോതി മൽഹോത്രയുടെ കേരള സന്ദർശനമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ടൂറിസം വകുപ്പ് ക്ഷണിച്ചത് പ്രകാരമാണ് ജ്യോതി ഇവിടെ എത്തിയത്. പ്രത്യേകിച്ചും ടൂറിസം വകുപ്പിൻ്റെ ടൂറിസം പ്രൊമോഷൻ്റെ പരിപാടിയുടെ ഭാഗമായിട്ടായിരുന്നു എത്തിയതെന്ന രേഖകൾ സഹിതമുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിൽ വിശദീകരണവുമായി മന്ത്രി മുഹമ്മദ് റിയാസ് ഇന്നലെ രംഗത്തെത്തിയതാണ്. അതിൽ മറ്റ് ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. സതുദ്ദേശത്തോടെയാണ് ജ്യോതിയെ ക്ഷണിച്ചതെന്ന് പറയുന്നത്. പക്ഷേ കൃത്യമായും ഇവിടെ ജാഗ്രതക്കുറവുണ്ടായിട്ടുണ്ട്. ആരുടെ നിർദ്ദേശപ്രകാരമാണ് ജ്യോതിയെ ഇവിടെ എത്തിച്ചത്, അതിൻ്റെ മാനദണ്ഡം എന്തായിരുന്നു, മറ്റ് ദുരൂഹതകളുണ്ടോ, ഇത് എന്തായാലും കേന്ദ്ര ഏജൻസികൾ പരിശോധിക്കേണ്ട വിഷയം തന്നെയാണ്.